ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. എനിക്ക് ആ സബ്ജക്ട് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഈ ഒരു വാർത്ത ഇന്ന് എല്ലാവരും കണ്ടു കാണൂലേ? അഖിൽ NRയുടെ ഭാര്യ ബസ്സിലെ കിളിയുമായിട്ട് ഒളിച്ചോടി എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു വാർത്തയാണ് കേട്ടോ. പറയാൻ കാരണം നമുക്കറിയാം, ഇപ്പോൾ അടുത്താണ് അഖിൽ NRയുടെ കല്യാണം കഴിഞ്ഞതല്ലേ. അത് നല്ല ഗ്രാൻഡായിട്ട്, അമ്മ ടീച്ചർ, അച്ഛൻ അഡ്വക്കേറ്റ്, നല്ല ഗ്രാൻഡായിട്ട് കഴിഞ്ഞൊരു കല്യാണമായിരുന്നു. നമ്മളൊക്കെ അധികം സോഷ്യൽ മീഡിയയോടെ കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ. കല്യാണത്തിന് ശേഷം ഒരു കോഴ്സിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് ആ കോഴ്സിൽ ചേർത്തിയാണ്. അങ്ങനെ ദിവസവും ബസ്സിൽ പോകും വരികയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അഖിലിൻ്റെ ഭാര്യ കേട്ടോ. അവസാനം ബസ്സിലെ കിളിയുമായിട്ട് ഒളിച്ചോടി. പറയുന്നതിന് മുമ്പ് ആദ്യം ഈ ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ, എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ദിവസങ്ങളോ മാസങ്ങളോ ആകുമ്പോൾ തെറ്റിപ്പിരിയ, അല്ലെ മറ്റവൻ്റെ കൂടെ പോവുക, മറ്റവളോടെ കൂടെ പോവുക. ഇതാണ് ഏറ്റവും കൂടുതൽ കാണുന്ന കേസില്ലേ. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് പറഞ്ഞാൽ എന്താ, ഒരു ജീവിതം തകർക്കല്ലേ. പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെതായാലും ഉള്ള തുറന്നു പറയുക. മറ്റൊരാളുടെ ബന്ധമുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് മുമ്പ് തുറന്നു പറയുന്നത് എന്താണ് മടി? ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുക. അല്ലാതെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോവുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോവുക. ഇതാണോ ചെയ്യേണ്ടത്? എത്ര കേസുകളാണ് ഇതുപോലെ ഉള്ളത്. എന്തായാലും ഞാനിവിടെ ആ ഒളിച്ചോടിയ CCTV ഫുട്ടേജ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കാണിക്കാം. അവിടെ കണ്ടോ, കറുത്ത ഷർട്ടും കായും മുണ്ട കൊടുത്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അവർക്ക് പോകാനുള്ള വണ്ടികളതാ വരുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ സൈഡ് രണ്ടാൾ നിൽക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. 22, 12, അപ്പോൾ 7, 12, 8, 7 സാധനമൊക്കെ പാടെ പെറുക്കി പോകണ്ടോ, എന്തൊക്കെയോ എടുത്ത് പോകണ്ടോ. വേറൊരാളതാ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. എന്നാലും ഫുൾ പ്ലാനിങ് ആണ്. അതേ പ്ലാൻ ചെയ്ത് വെച്ചാണ്. അവർ മാത്രമല്ല, ആരൊക്കെ കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും അവർ പോയി. ഇതാണ് ആ CCTV ഫുട്ടേജ്. അവർ പോയ ഒളിച്ചോടിയ ആ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആദ്യം പറഞ്ഞ് റെഡിയാക്കി വെച്ചാണ്. രണ്ട് സൈഡിൽ നിന്ന് രണ്ടാളുകൾ അതിന് ശേഷം പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുടുംബങ്ങൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുക, അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ തുറന്ന് പറയുക. എന്തായാലും നമ്മൾ ഒരാൾ മാത്രം കുറ്റം പറയാൻ പാടില്ല. ഇപ്പം അഖിലിനെ മാത്രം നന്നാക്കിയിട്ട് മറ്റവളെ കുറ്റം പറയാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റവളെ നന്നാക്കിയിട്ട് അഖിലിനെ കുറ്റം പറയാൻ പാടില്ല.
നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചില വീഡിയോകൾ കാണുമ്പോഴൊക്കെ നല്ല ചിരിയും തമാശകളൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ പുറത്ത് വീഡിയോ കാണുന്നതായിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് 100% ഒരാൾ നമുക്ക് ഉറപ്പിച്ച് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക.